അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നങ്ങ ബാബു ബിർറുൽ വാലിദൈനി വസിലത്തുൽ അർഹാം, കുടുംബ ബന്ധം ചേർക്കുക, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന ബാബ് എന്ന വിഷയത്തിലെ ഓതി വന്ന് ഇന്ത്യക്ക് 327ാമത്തെ ഹദീസ് എന്തായിട്ടിരിക്കണം. ഇത് വലിയൊരു ഹദീസായിട്ടിരിക്കണം. ആ ഹദീസിലൊരു ഭാഗം മാത്രമായിട്ട് ഇവിടെ എടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിൽ വിളിച്ചുകൊണ്ട് രാജാക്കന്മാരെ അങ്ങനെ ഇസ്ലാമിൽ വിളിച്ചുകൊണ്ടുള്ള ഒരു കഡ്ലസ്, ഒരു ലെറ്റർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് രാജാക്കന്മാർ കൊടുത്ത് കടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇറക്കൽ രാജാവ് കിട്ടിയിട്ടാകുമ്പോൾ, ഈ കഡ്ലസ് കിട്ടിയിട്ടാകുമ്പോൾ ഇറക്കൽ രാജാവ് എന്താക്കിയത്, ഈ കഡ്ലസ് ഓതിട്ട് ഈ മക്ക റായത്തിൽ ഇയാളെ സംബന്ധിച്ച് അറിവുള്ള നുള്ളാറാണ് എന്ന് അറിയുകനായി അവൻ്റെ ആൾമാറിട്ട് ചൊല്ലും. പോയിട്ട് എന്താക്കും, മക്ക റായത്തങ്ങ എന്തെന്ത്, ഇത് മക്കത്തിൽ നിന്നുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ട് ഈ കഡ്ലാസ് എഴുതിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതും വളർന്നതും വലിയായതും മക്കത്ത്, പിന്നെ ആയിട്ട് മദീനത്ത് പോയി 53 വർഷം മക്കത്തിലിരിക്കണം. അപ്പൊ ഇയാളെ ഡീറ്റെയിൽ കൊണ്ടുള്ള മക്കത്തങ്ങാവണം. അപ്പൊ മക്കറായത്തങ്ങ ആരെങ്കിലും ഉള്ള റാൻസ് നോക്കോപ്പേനായി ഇറക്കൽ രാജാവ് ചൊല്ലും. അങ്ങനെ ഏലിയെത്തും. അങ്ങനെ ഇറക്കൽ രാജാവിടെ പോലീസുകാർ സെർച്ച് ആക്കിയിട്ടാകുമ്പോൾ കിട്ടിയത് അവിടെ വ്യാപാരത്തിൽ വന്ന അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കൊറിയാൾമാരുന്ന. അപ്പൊ അങ്ങനെ പിടിച്ചോണ്ട് പോയിരിക്കാം. രാജാവ് വിളിക്കടവിടേക്ക് പറഞ്ഞു. അങ്ങനെ രാജാവിടെ മുട്ടക്കുക എത്തുവാട്ടിട്ട് രാജാവ് എന്താക്കുന്നുണ്ട്, അബൂ സുഫിയാന്റെ എതിർന്നത് പെട്ടു. ബാക്കി അബൂ സുഫിയാന്റെ ഒട്ടുന്ന മക്കത്തങ്ങളെ ഇയാളെ പറവത്തെ പറ്റിട്ട് ഇറക്കൽ രാജാവ് എന്താക്കുന്നുണ്ട്, അയാളെ അറബി ഭാഷ തർജുമാക്കാലിട്ട് ഇങ്ങനെ കേൾക്കാനായിട്ടല്ല ചൊല്ലു. കേൾക്കുമ്പോൾ ചൊല്ലു എതിർല് പറ്റിയത് അബൂ സുഫിയാന്റെ, ബാക്കി ഞങ്ങളല്ല പെറത്ത് പറ്റി. അപ്പൊ പെറത്ത് തെച്ചാൽ ചൊല്ലു ഇയാളെന്തെങ്കിലും കളവ് ചെന്നെങ്കിൽ ഇങ്ങനെ ചൊല്ലണം. അങ്ങനെ അബൂ സുഫിയാൻ്റെ ഞങ്ങളെ നബിയുടെ വിഷയത്തെ കേൾക്കും. ഞങ്ങളുടെ നബിയുടെ കുടുംബം എങ്ങനെ, ഞങ്ങളുടെ നബി അങ്ങനെ ഇങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മുന്നോട്ട് ഡീറ്റെയിൽ എല്ലാം കേൾക്കും. അപ്പൊ അബൂ സുഫിയാൻ എല്ലാം കറക്റ്റ് ഇന്നത് പോലെ ചൊല്ലും. അപ്പൊ ഇറക്കൽ രാജാവുക്ക് മനസ്സിലാവും ഇത് ഞങ്ങളെ നബിയെ സംബന്ധിച്ച് ഇത് മൂസാ നബിയിൽ പിന്നെ വന്ന യഥാർത്ഥ നബി, ഈസാ നബി മൂസാ നബിയെ പോലെ തന്നെ വന്ന യഥാർത്ഥ നബിയിട്ട് അയാൾക്ക് മനസ്സിലാവും. ആ ഒരു സംഭവമായിട്ടില്ല. ആ ഒരു ചരിത്രത്തെ, അത് വലിയ ചരിത്രം, അതിലൊരു ചെറിയ ഭാഗം കൂടെ എടുക്കും. വാൻ അബീ സുഫിയാൻ സഖ്ർ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ഫി ഹദീസി തവീൽ ഫി ഖിസ്സത്തി ഇറക്കൽ രാജാവുടെ ഹിസ്റ്ററി ചൊല്ലതില് ആ വലിയ ഹദീസിൽ നിന്നുള്ള ഒരു ഭാഗം എന്താണ്, അന്ന ഇറക്കൽ ഖാലലി അബീ സുഫിയാൻ, ഇറക്കൽ രാജാവ് അബൂ സുഫിയാന്റെ കേൾക്കല് ഫമാദായ ഉമർക്കും ബി, ഞങ്ങളുടെ നബിയുടെ എല്ലാ വിഷയം ഡീറ്റെയിൽ എല്ലാം കേൾക്കുന്നത്. ആ നബി നിങ്ങളൊട്ട് എന്തിനെ കൽപ്പിക്കരുത് എന്നായിട്ടിരിക്കണം. നീ എന്തിനെ ചൊന്നെ ഈ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാല. അപ്പ ചൊല്ല അബൂ സുഫിയാൻ ചൊല്ല് കുൽത്തു നാ ചെന്ന് യഖൂലുനെ അയാൾ ചൊല്ല് ഉബുദുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് എടുക്കണം, വഹദഹു അള്ളാഹുടെ ഏകനാക്കി ചെന്ന അള്ളാഹുടൊട്ടിക്ക് വേറൊന്നും ഇബാദത്ത് എടുക്കുക, ഇലാഹ് അള്ളാഹു മാത്രം. വലാ തുശ്രികൂ ബിഹി ഷൈഅ, അള്ളാഹുവിനെ കൊണ്ട് ഒന്നിനെയും ശിർക്ക് വെക്കുക, അള്ളാഹു അല്ലാത്ത ഒന്നരെ ഇലാഹാനെന്ന് വിശ്വസിക്കരുത്. ഇതായിട്ട് ശിർക്ക് ഇലാഹിയത്ത് വെച്ചു കൊടുക്കരുത്. അപ്പൊ മക്കത്തെ മുശ്രിക്കീങ്ങൾ അള്ളാഹുടെ വിശ്വസിച്ചെന്നാണ്. അതിലൊട്ടികൾ ലാത്ത ഉസ്സ മനാത്ത ഇതിലെല്ലാം ഇലാഹുകളിൽ ചെന്നിട്ടും വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതാ ചൊല്ലേ എന്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മക്കത്തെ മുശ്രിക്കീങ്ങൾ ചൊല്ലത്. അപ്പൊ അതിലൊട്ടുകൾ ലാത്ത ഉസ്സ മനാത്ത എന്നതിരെ ഇലാഹുകളായിട്ട് അങ്ങ് വിശ്വസിക്കുന്നത്, അത് അള്ളാഹുടെ ശിർക്ക് ചേർക്കരുത്. അങ്ങനെ ശിർക്ക് ചേർക്കുക തീരാം. വത്രുക്കുമായ പോലും ആ ഭാവം നിങ്ങളെ ബാപ്പന്മാരെല്ലാം സ്വന്തം നിങ്ങൾ വിടണം. നിങ്ങളെ ബാപ്പന്മാരെല്ലാം എന്തിനെ സ്വന്തം നിങ്ങൾക്ക് ലാത്ത ഇലാഹു ഉസ്സ ഇലാഹു മനാത്ത ഇലാഹു അതെല്ലാം ചെറിയ ചെറിയ പടച്ചോന്മാരുണ്ടല്ല സ്വന്തം നിന്നില്ലേ, അതിലെല്ലാം വിട്ടിട്ട് ശരിയായ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൊണ്ടുവന്ന യഥാർത്ഥ ഇസ്ലാം അതാണ് കൊണ്ടുവന്നത്. ആ ദീനത്തിൽ നിങ്ങൾ പറഞ്ഞു ബിസ്സലാത്തി. മാത്രമല്ല ആ നബി ഞങ്ങൾക്ക് എന്തിനാക്കിട്ട് അബൂ സുഫിയാൻ ചൊല്ല അയാളാണ്ട് ഇസ്ലാമൊക്കെ വന്നിട്ടില്ല. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നെ പിൽക്കാലത്ത് ഇസ്ലാമൊക്കെ പണ്ട് ആദ്യകാലത്ത് നബിയുടെ വിരോധിയായിട്ടില്ല. അബൂ സുഫിയാൻ ഉഹുദ് യുദ്ധത്തിൽ നബിക്കെതിരെ ശത്രുക്കൾക്ക് നേതൃത്വം കൊടുത്തത് അബൂ സുഫിയാൻ ആയിട്ടില്ല. അങ്ങനെ പല യുദ്ധത്തിനും നബിരെതിരുള്ള മുശ്രിക്കീങ്ങൾക്ക് നേതൃത്വം കൊടുത്താലായിട്ടില്ല അബൂ സുഫിയാൻ. ലാസ്റ്റ് കയറി ഇസ്ലാമൊക്കെ പണ്ട്. അപ്പൊ അയാൾ ചൊല്ല്
ഞങ്ങളൊಟ್ಟು അള്ളാഹുಗೆ ഇബാദത്തെടുക്ക ചൊല്ല് ഞങ്ങളൊಟ್ಟು നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നത് നിസ്കരിക്കുമെന്നായി ചൊല്ല് വസ്തുതക്കൈ നേറ് ചൊല്ലുകയായി ചൊല്ല് വല്ല അഫാഫി ഹറാമിടെ തൊട്ട് കാക്കുകയായി ചൊല്ല് വസ്സിലത്ത് അഫാഫ് വേണ്ടാത്തതിൽ നിന്ന് ശരീരത്തെ കാക്കുക വസ്വിലത്തി കുടുംബ ബന്ധത്തെ ചേർക്കുവാനായി ഞങ്ങളവിടെ കൽപ്പിക്കും. അപ്പൊ ഇറക്കൽ രാജാവ് ഞങ്ങളെ നബിയെ കുറിച്ച് മനസ്സിലാക്കി കേട്ടപ്പം എന്തെല്ലാം നിങ്ങൾക്ക് ചെന്നിട്ടാണ് ചെന്നത് അള്ളാഹു ഇബാദത്തെടുക്കണോട്ടും പിന്നെ നേർ ചൊല്ലണോട്ടും നിസ്കരിക്കണോട്ടും പിന്നെ വേണ്ടാത്തതിൽ നിന്ന് ശരീരത്തെ കാത്തണോട്ടും കുടുംബ ബന്ധം ചേർക്കുവാനായി കൽപ്പിക്കരുത്. അപ്പൊ അത് ഇറക്കൽ അത് പിന്നെ ഉണ്ട് അതിൽ ഹദീസിന്റെ ബാക്കി ഭാഗവും കൂടി ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഹദീസ് ഫുള്ളായി ബന്ധപ്പെട്ട് നമുക്കത് വിവരിക്കാം. അപ്പോൾ ഈ നമുക്കുള്ള പോയിന്റ് കൂടെ നബി തങ്ങൾ ഫസ്റ്റ് തന്നെ മക്കത്തെ മുശ്രിക്കുകളോട്ട് കൽപ്പിച്ചത് അള്ളാഹുക്ക് മാത്രം വിവാദത്തെടുക്കണമെന്നും നിസ്കരിക്കണം, നേര് ചൊല്ലണം, വേണ്ടാത്തിൽ നിന്ന് കാക്കണം, കുടുംബ ബന്ധം ചേർക്കണം. അതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കൽപ്പിച്ചു. കഥോടത്ത് എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കഥ കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.